Hello. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good Good afternoon, Miss. afternoon, ma'am. Good afternoon, Miss. Good Good afternoon. afternoon. Good afternoon, miss. Good Good afternoon, miss. afternoon. മിസ്സേ Good ചോറുണ്ടോ? afternoon. ഓ ചോറുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ആ കഴിച്ചിരിക്കുന്നു. Yes, ma'am. കഴിച്ചിട്ട് കഴിച്ചു. ആണോ? വെരി ഗുഡ്. മിസ്സേ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാലോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലേ ടീച്ചറിന്റെ സ്പീഡിന്റെ കാര്യം പറഞ്ഞത് ടീച്ചറിന് വിഷമായോ? ഓ ഇല്ലടാ. അല്ല, വേറെ ടീച്ചർമാര് വന്നപ്പോഴേ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ടീച്ചറിന്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞല്ലോ എന്നിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അന്നേരം അവിടെ ഒരു കോൺവെർസേഷൻ വന്നോണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറഞ്ഞത്. അപ്പൊ അതാ ഞങ്ങൾ ചോദിച്ചത്, ടീച്ചറിനത് വിഷമായോന്ന്. അതെ, അതെന്റെ ഒരു രീതിയാണല്ലോ. അപ്പൊ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. കുഴപ്പമില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ സ്പീഡിലാണ്. അപ്പൊ ഞാൻ രമ്യ മിസ്സിനോടാണ് പറഞ്ഞത്. രമ്യ മിസ്സിലെ ഒന്ന് ചോദിച്ചേ. രമ്യ മിസ് ചോദിക്കാൻ കാരണം രമ്യ മിസ്സിനോട് ഞാൻ ചെന്നിട്ടാക്കി ഞാൻ പറഞ്ഞു. അതാ ചോദിച്ചേ. ടീച്ചറിനത് വിഷമമായിട്ടാണോ പറഞ്ഞെന്നുള്ളതാ ചോദിച്ചതേ. ഫ്രാങ്ക്ലി ഞാൻ അതോട് പറഞ്ഞു. കുട്ടികളെ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. അതായത് നമ്മള് ആദ്യമായിട്ടല്ലയോ നമ്മളപ്പോ മനസ്സിലാക്കാൻ സമയം എടുക്കും. അതുകൊണ്ടാ അന്ന് പറഞ്ഞത് കേട്ടോ. അത് സാരില്ലടാ, അത് കുഴപ്പമില്ല. അതായത് ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും നേച്ചർ അറിയില്ല, ഓരോരുത്തരുടെയും ടീച്ചിങ് സ്റ്റൈൽ അറിയില്ല, മെത്തേഡ് അറിയില്ല. അപ്പൊ ഓരോന്നും നമ്മൾ ഓരോരുത്തരുടെ കണ്ടുപിടിക്കും. ഇപ്പൊ മിസ് എടുക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ എടുക്കുന്നത്, അല്ലെ? ഞാൻ എടുക്കുന്ന രീതി ആയിരിക്കില്ല വേറെ ടീച്ചർ എടുക്കുക. അപ്പൊ എല്ലാത്തിനും ഡിഫറൻഷിയേഷൻ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ഫോളോ ചെയ്ത് വരുമ്പോ അത് ഓക്കെ ആയിക്കോളെന്ന് എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അറിയാം. കാരണം 28th ബാച്ചാണ് നിങ്ങള്. ഒന്നാമത്തെ ബാച്ച് തുടങ്ങി ഉണ്ടായിരുന്നവരാണ് ഞാനും രമ്യ മിസ്സും. ബാക്കിയുള്ളവരൊക്കെ വലിയ ചെറിയ യാത്രക്കാരാണ്. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ വന്നത് പിന്നീടാണ്. ഫസ്റ്റ് നമ്മളറിയാം, ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെ ഒക്കെ കുറച്ച് കുട്ടികളായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഓരോ ബാച്ചിലും 500 above സ്റ്റുഡൻസ് ആണ് ഓരോ ബാച്ചിൽ ഇപ്പൊ ഉള്ളത്. അന്ന് തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു വളരെ എന്താ പറയാ ബിലോ 100 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ബിലോ 200 അത്രയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പോൾ ബാച്ചില് 500 above സ്റ്റുഡൻസിലേക്ക് എത്തിയത്. അപ്പൊ നമ്മള് തുടക്കം അത്രയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും രമ്യ മിസ്സും ആയിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് പിന്നീട് വന്ന ടീച്ചേഴ്സ് ഒക്കെ വന്നത്. അപ്പൊ ടീച്ചറോട് ഞാനിങ്ങനെ ഫ്രാങ്ക്ലി നിങ്ങൾ ഫ്രാങ്കായിട്ട് എന്നോട് പറഞ്ഞു മിസ്സിന്റെ ഇതിന് സ്പീഡ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിൽ 1-2 ക്ലാസ്സൊക്കെ കയറുമ്പോ കഴിയുമ്പോ പിന്നെ പിള്ളേര് എന്നത് മാറ്റി പറയും. നിങ്ങൾ എന്നെ തിരിച്ചു പറയുമെന്ന് എനിക്കറിയാം. കാരണം പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. വ്യക്തത മീൻസ് വാട്ട് ഐ ആം സ്പീക്കിംഗ്. എന്ത് വേർഡ്സ് ആണെങ്കിലും അത് കൃത്യമായിട്ട് ഞാൻ പറയും, അല്ലെ? അത് വാക്കുകൾ സ്പഷ്ടമാകാതെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതെനിക്കറിയാം. ഓക്കെ. അല്ല, നമുക്ക് കൺഫ്യൂഷൻ ആയത് എവിടെയാണെന്ന് അറിയാമോ? മിസ് ആദ്യത്തെ പറഞ്ഞ സ്പീഡിന്റെ കാര്യം. പിന്നെ മിസ് നമ്മുടെ ഈ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റിനകത്തെ കറക്റ്റ് സെന്റൻസ് ആയിരിക്കത്തില്ല മാം വായിച്ചു പോകുന്നത്. അപ്പം
മിസ്സിന്റെ ആ സ്പീഡും ഈ സാധനം മിസ് എവിടാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ആ അത് അങ്ങനെ ആയിപ്പോയത്. പിന്നെ എനിക്ക് പിന്നെ നമുക്ക് മനസ്സിലായി മിസ്സിന്റെ ഒരു രീതി അങ്ങനെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ അപ്പൊ അത് ഞങ്ങൾക്ക് ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ രമ്യ മിസ് ക്ലാസ്സിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എല്ലാവർക്കും തോന്നി കാണും ഇപ്പം ഞാനിപ്പോ കിടന്ന് ഒച്ച വെച്ച് പറയുന്നുണ്ടായിരിക്കും മറ്റുള്ളവർ മിണ്ടാത്തത്. അപ്പൊ അങ്ങനെ രമ്യ മിസ് പറഞ്ഞപ്പോ നമുക്ക് തോന്നി മിസ്സിന് അത് വിഷമായി അങ്ങനെ ഒരു ഇത് തോന്നി. അതാ ഞാൻ അങ്ങനാണെങ്കിൽ സോറി. വേണ്ട, അതൊന്നും വേണ്ട. അതായത് ഒച്ചയൊന്നുമല്ല, എന്റെ സ്വന്തം ഇങ്ങനെയാണ്, എന്റെ ഒരു ടീച്ചറും ഇങ്ങനെയാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കമ്പയർ ചെയ്യുമോ? അയ്യോ ആ ടീച്ചർ അങ്ങനെയാണ്, ഈ ടീച്ചർ ഇങ്ങനെ എന്ന് തോന്നും. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, അവരവരുടെ ടീച്ചിങ് ഉണ്ട്, അല്ലെ, അവരവരുടെ സ്റ്റൈലുണ്ട്. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കണം എന്ന് പറയില്ല. പക്ഷെ വാട്ട് എവർ ദ ടീച്ചിങ്, the children or the students should understand. അതാണ് പ്രത്യേകത, അല്ലെ? ഏത് സ്റ്റൈൽ എടുത്തോട്ടെ, ഏത് രീതി എടുത്തോട്ടെ, കുട്ടികൾക്ക് മനസ്സിലാകണം, അല്ലെ? നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലാകണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത് ജസ്റ്റ് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാനത് കുട്ടികളോട് പറഞ്ഞു, രമ്യാസിന് സ്പീഡ് കുറവാണ്. അപ്പൊ രമ്യയും എന്റെയും നമ്മള് സംസാരിക്കുന്നത് കമ്പയർ ചെയ്തല്ല നമുക്ക് അറിയാമല്ലോ. ഇപ്പൊ പല പല ആൾക്കാർക്കും പല ടൈപ്പാണ് ടീച്ചിങ്ങിനുള്ളതെന്ന് നമുക്കറിയാമല്ലോ. മിസ്സിന്റെ രമ്യ മിസ് കുറച്ച് സ്ലോവാ, മിസ് ഇച്ചിരി സ്പീഡാ. അങ്ങനെ വന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. അത് മനസ്സിലാകായോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. മിസ്സിന്റെ നേച്ചർ ഇങ്ങനെ ആണെന്ന് ഞങ്ങൾക്ക് ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കിട്ടിയെടുക്കാനൊന്ന് താമസിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല. അത് എന്റെ സുഹൃത്ത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു, ഞാനും അന്ന് എന്റെ കാര്യം പറഞ്ഞിട്ട് പോയി. കാരണം ഞാനും പറയണമല്ലോ, കാരണം ഞാൻ എത്രയും പറഞ്ഞു വരുമ്പോ നമ്മള് ഞാൻ ഇങ്ങനെ പറയും. പക്ഷെ അതിങ്ങനെ ഇങ്ങനെ പോകുമ്പോഴേ അറിയാൻ സ്പീഡായി പോകും. അത് എന്താണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടല്ല. അത് എന്ത് പഠിപ്പിക്കുന്നതും അല്ല, നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അങ്ങനെയായി പോകും. മനസ്സിലായി? മനസ്സിലായി. രമ്യമിസ് അങ്ങനെയല്ല, സംസാരിക്കുന്നതും അതേ സ്റ്റൈൽ തന്നെയാണ്, പഠിപ്പിക്കുന്നതും അതേ സ്റ്റൈൽ തന്നെയാണ്. മീൻസ് സംസാരിക്കുന്നതിലും ഇങ്ങനെ പതുക്കെ, മീൻസ് അങ്ങനെയാണ്. അത് ഓരോ നാടിന്റെ പ്രത്യേകതയാകാം. ഇപ്പൊ ഞങ്ങളൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത് വരുന്നതാണ്. മോസ്റ്റ്ലി ഞാൻ പഠിച്ചതും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. അവരുടെ സംസാരം ഇച്ചിരി സ്പീഡാണ്. അവരങ്ങനെ, ഞാൻ കൂടുതലും PG വരെയൊക്കെ എടുത്തതൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. എന്റെ LKG ക്ലാസ്സുകൾ തുടങ്ങി ആ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഞാൻ കൂടുതൽ കണക്റ്റഡ് ആയത്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എന്റെ വീടെങ്കിലും ഞാൻ പഠിച്ചത് LKG മുതൽ ഞാൻ പഠിച്ചത് ആ ഭാഗത്താണ്. കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞങ്ങളുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾ, അത് വളരെ കുറച്ചാണ്. ബാക്കി മുഴുവനും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ കൂടെയുള്ള കുട്ടികളല്ലേ. അപ്പൊ നമ്മുടെ കൂടെ എന്താ പറയാ ക്ലാസ്മേറ്റ്സ് ഒക്കെ വരുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ പെട്ടവരല്ലേ. അപ്പൊ അവരുടെ സ്ലാങ് ആയിരിക്കണം നമ്മൾ ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുത്തത്. കൂടുതൽ സമയവും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അതൊന്നും പ്രശ്നമില്ല. അത് നമുക്കിവിടെ വിഷയമുള്ള കാര്യമില്ല. അതൊക്കെ എന്തെങ്കിലും ഇതായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞു, ഓപ്പൺ ആയിട്ട് ഞാനത് സ്വീകരിക്കുകയും ചെയ്യും. ആൻഡ് പരമാവധി ഞാനത് ശ്രദ്ധിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോയിന്റ് എവിടെ വരുന്നു അപ്പോഴേക്കും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിക്കും, എന്താന്ന് ചോദിക്കും. അപ്പൊ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാനും പഠിപ്പിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. ഈ സെന്റൻസ് ബൈ സെന്റൻസ് നമ്മൾ വായിക്കില്ല. അതിനുള്ള റീസണും ഞാൻ അന്നേരം തന്നെ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് നിങ്ങൾ ഓരോ സെന്റൻസ് വായിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ നമുക്ക് എന്താ പറയാ 2 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ഒക്കെ ആൻസർ ചെയ്തേണ്ട ക്വസ്റ്റ്യൻസ് അല്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഓരോ സെന്റൻസും നമ്മൾ വായിച്ചു നോക്കിയാൽ ആ സെന്റൻസിൽ നിന്നും മിസ് ആയിരിക്കുന്ന വേർഡ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതാണ് പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. എന്താ സുകന്യ വിളിക്കുന്നുണ്ടല്ലോ? മിസ്സേ, എന്റെ പേര് സുകന്യ. അന്ന് ഞാനാ പറഞ്ഞത് മിസ്സിന് സ്പീഡ് കൂടുതലാണെന്നും പറഞ്ഞ് ഞാനായിരുന്നു മെസ്സേജ് ഇട്ടത്. അല്ല, സുകന്യ അപ്പൊ അല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ടീച്ചർ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ എടുത്ത് പറയുകയും ചെയ്തു, എന്റെ പേരുള്ള കുട്ടി തന്നെയാണല്ലോ പറഞ്ഞത് പറയുകയും ചെയ്തു. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ അങ്ങ് എടുത്തത്, കാരണം ഞാനത് പറഞ്ഞത് കൊണ്ടാണോ ഈ ബാക്കിയുള്ളവരത് പറഞ്ഞെന്നുള്ളൊരു ഇതായി പോയി എനിക്ക്. അല്ല മിസ്സേ, ഞാൻ പറയാൻ കാരണം എനിക്ക് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് വിഷമമായിട്ട് ഞാൻ ജയദേവ് സാറിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ സാറിന്റെ ടീച്ചറിന്റെ സ്ലാങ്ങിനെ പറ്റിയല്ല പറഞ്ഞെന്ന് ഞാൻ സാറിനോട് വിളിച്ചു പറഞ്ഞു.
ടീച്ചറിന്റെ സ്ലാങ്ങിനെ പറ്റിയല്ല പറഞ്ഞു. ഞാൻ ഈ വർഷം ആ മിസ് +2 കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്പീഡിൽ പഠിപ്പിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുവല്ലേ, ഇത് ഓൺലൈൻ ക്ലാസ് ആയിട്ടല്ലേ. അപ്പൊ ഞാൻ സ്പീഡിൽ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടുപെട്ട്. അതാ ഞാൻ പെട്ടെന്ന് പറഞ്ഞ അങ്ങനെ. +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന് വിട്ടുനിന്നിട്ടില്ല. അതൊരു ഗ്യാപ്പ് അല്ലെ? നിങ്ങൾ ആ ഒരു പഠിത്തത്തിന്റെ ഗ്യാപ്പില്ലാതെ ഈ കോഴ്സിനോട് ജോയിൻ ചെയ്തു. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞതാണോ പറയുന്നത്? അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞത് 2026. പിന്നെന്താ പറഞ്ഞത്? ഇപ്പൊ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എന്റെ അടുത്ത് ഞാൻ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. 8th മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളുണ്ട്. ഇതേ ചൈൽഡ് ഓഫ് ടീച്ചിങ് തന്നെയാണ് ഞാൻ അവിടെ നോക്കിയിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഓക്കെ എല്ലാം എന്താ പറയുക, മാത്സ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്. എനിക്ക് ഇംഗ്ലീഷും അങ്ങനെ തന്നെ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ്. പക്ഷെ പറയുന്നത് 2-3 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്ത് ബുദ്ധിമുട്ടായാലും ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. Any issues, if you are having with Smart Study and our classes, you can just convey. അല്ലെ, നിങ്ങൾ ഒപ്പടായിട്ട് കൺവേ ചെയ്തു. ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. നോ ഇഷ്യൂസ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഞാനത് എടുത്തു. ഞാൻ എന്നിട്ട് അതിന് മറുപടി ആയിട്ട് എന്റെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള കാര്യം, നിസ്സഹായം നിങ്ങളോട് പറഞ്ഞു. ഇതെങ്ങനെയാണത്, ഇതിന്റെ ഈ സാധനം ഇങ്ങനെ മാറ്റാൻ പറ്റുമോന്ന് ഉള്ളതിൽ എനിക്ക് തന്നെ പേടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നിട്ട് ഞാൻ കുറച്ചോളം പിള്ളേരെ സ്പീഡെന്ന് പറഞ്ഞിട്ട് ഇഫ് ഐ കനോട്ട്, എനിക്ക് പറ്റിയില്ല. നമുക്ക് മനസ്സിലായി, ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആദ്യത്തെ ഒരു കൺഫ്യൂഷനേ ഉള്ളായിരുന്നു നമുക്ക്. ഇപ്പൊ അത് മാറി. പിന്നെ അത് വീണ്ടും എടുത്തിട്ടത് രമ്യ മിസ് അത് മെൻഷൻ ചെയ്തതുകൊണ്ട് സംസാരിക്കണമല്ലോ, അതൊന്ന് ക്ലിയർ ആവണമല്ലോ എന്ന് വിചാരിച്ചെടുത്തിട്ടതാ. ഓക്കെ, സോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പറയാട്ടെ. ഞാൻ അത് ജസ്റ്റ് നിങ്ങൾ എങ്ങനെയുള്ള കുട്ടികളാണെന്നൊക്കെ ഉള്ളതേ നമ്മളിങ്ങനെ പറയുമല്ലോ. ഫസ്റ്റ് സ്റ്റുഡൻസ് അല്ലേ, അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇതേപോലെ നിങ്ങളെ കൊണ്ട് സംസാരിക്കാതെ ഞാനാണ് ആ ഒരു 1 hour നമ്മൾ സംസാരിച്ചത്. ഞാനാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾ കമ്പനിയോടെ മാത്രമേ അറിയിച്ചുള്ളൂ. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് പറയുമ്പോൾ രമ്യ ടീച്ചറിനോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ രമ്യ ക്ലാസ് എടുത്തതും ഞാൻ ക്ലാസ് എടുത്തതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ കാര്യം. അതിന് പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ സ്പീഡ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ ഞാൻ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ വരും മിക്ക ക്ലാസ്സുകളും. എന്നാൽ കുറച്ച് പിള്ളേര് അങ്ങനെ പറയാറുമില്ല കേട്ടോ. ചില ബാച്ചസ് ഒന്നും അത് മെൻഷൻ ചെയ്യാറുമില്ല. പക്ഷെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ മാത്രം ചിലപ്പോൾ മാറ്റങ്ങൾ വരാറില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും, കുട്ടികൾ എന്നെ ഇങ്ങോട്ടും പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്, കുഴപ്പമില്ല. അത് പരാതിയായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു, ഇങ്ങനെ കുട്ടികൾ എന്നോട് പറഞ്ഞു എന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് we were studying about the classification of hospitals. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് തുടങ്ങിയത് അല്ലെ. And we understood that the hospitals are classified on different basis. പല രീതികളിൽ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഇറ്റ്സ് സൈസ് and its level of care provided. എന്ത് തരത്തിലുള്ള കെയർ ആണ് കൊടുക്കുന്നത് എന്നതിന്റെ ബേസിസിൽ, പിന്നെ അവിടെ ഓഫർ ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിസിൽ, ഓണർഷിപ്പ് ബേസിസിൽ, പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആധാരമാക്കിയാണ് ഹോസ്പിറ്റൽസ് പോകുന്നത് ഇതിന്റെ ബേസിസിൽ, ലെങ്ത് ഓഫ് സ്റ്റേ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. And also in the last class we discussed about the classification of hospitals according to its size. ഒരു വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. ഇതുവരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? ഇത്ര വരെയല്ലേ എടുത്തേ? ഉറപ്പിക്കട്ടെ, ഇവിടെ വരെയാണ് ആണോ? യെസ്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കൂ ഇത്രയും വരെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിലുണ്ടോ അല്ലെ? അധികം ചിലപ്പോൾ എക്സ്ട്രാ പറയും, അത് നമ്മൾ കഴിഞ്ഞിട്ട് ചില എക്സാമ്പിൾസോ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് പറയും. അതല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന സെന്റൻസുകളിലുള്ള കാര്യം ഇപ്പൊ ടീച്ചർ പറഞ്ഞോന്ന് നിങ്ങൾ നോക്കിയേക്കാം കേട്ടോ. ഇനി ഒരു പല ചെയ്യാം. അപ്പോ ഞാൻ ക്ലാസ് നമ്മൾ എടുക്കുന്ന അതില് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കി വായിക്കാൻ പറയും.
അപ്പൊ നിങ്ങൾ വായിക്കാം. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, എന്തെങ്കിലും ആ വായിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ചോദിച്ചോളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു നിന്നോ, നമുക്ക് ചോദിച്ചത് ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? മെയിൻ ആയിട്ട് അണ്ടർലൈൻ ചെയ്ത So next classification of hospitals are according to the level of care. ഇനി ഓരോ ഹോസ്പിറ്റൽസും അവർ നൽകുന്ന കെയറിങ്, ട്രീറ്റ്മെന്റ്, ഏത് രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ചികിത്സകള് ഒക്കെയാണ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? പ്രൈമറി കെയർ പ്രാഥമിക ചികിത്സയാണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ദ്വിതീയം, ടെർഷ്യറി എന്ന് പറയുമ്പോൾ തേർഡ്, അല്ലെ, മൂന്നാമത്തെ, തൃതീയം. അങ്ങനെ ഈ 3 ലെവൽസ് ഓഫ് കെയർ പല ഹോസ്പിറ്റൽസും, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെയർ. കെയർ കൊടുക്കുന്നത് ഏത് ലെവലിലുള്ള കെയർ ആണോ കൊടുക്കുന്നത് അതിനടിസ്ഥാനത്തിലാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കെയർ എന്ന് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് കെയർ, കൊടുക്കുന്ന കെയറിന്റെ ലെവൽ അനുസരിച്ച്, ആ ഒരു തോതനുസരിച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ. ഓരോന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈമറി കെയർ ആണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് മെഡിക്കൽ കെയർ വിച്ച് ഇസ് പ്രൊവൈഡഡ്. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ചില ചികിത്സകൾ കൊടുക്കാറുണ്ട്. ലൈക്ക് ഒ പി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒ പിയില് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ലൈക്ക് വാക്സിനേഷൻ, വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ചില സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ചെറിയ ചെറിയ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുള്ളത്. ദെൻ ഓൾസോ സീസണൽ ഇൻഫെക്ഷൻസ് ഒക്കെ, ഇപ്പൊ ലൈക്ക് മഴക്കാലം, മഴയത്തുണ്ടാകാവുന്ന പല രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പനി, അല്ലെ, വൈറൽ ഫീവേഴ്സ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അപ്പൊ പനി കണ്ട പല രീതിയിൽ പോകും. അങ്ങനെ ഉണ്ടാകുന്ന സീസണൽ ഇൻഫെക്ഷൻസ്, ഡിസീസസ്, പിന്നെ മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ഡെലിവറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ലെവൽ ഓഫ് കെയർ മാത്രം കൊടുക്കുന്ന, ലൈക്ക് ഒ പി കൺസൾട്ടേഷൻ, ദെൻ എന്താ വാക്സിനേഷൻസ്, സിമ്പിൾ ആയിട്ടുള്ള കെയർ, എയിൽമെന്റ് കെയർ ആണ്. പിന്നെ സീസണൽ ഇൻഫെക്ഷൻസും നോർമൽ ഡെലിവറീസ്, ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ പ്രൈവറ്റ് കെയർ, ആ രീതിയിലുള്ള ഹോസ്പിറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാഥമിക ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ച് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് അതിന് ഏറ്റവും നല്ലത് എക്സാമ്പിൾ. മനസ്സിലായോ? പ്രൈമറി ഹെൽത്ത് സെന്റർ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. whether you have gone to such health centers. നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങനത്തെ ഹെൽത്ത് സെന്റേഴ്സിൽ? എന്തൊക്കെയായിരുന്നു അവിടെ കിട്ടിയിരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റർ ചിലപ്പോ വീക്കിലി ട്വൈസോ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ എന്താ പറയാ ലാസ്റ്റ് മന്ത്, അല്ലെ, മന്തിന്റെ അവസാനത്തെ ഏതെങ്കിലും സാറ്റർഡേസിലോ അല്ലെങ്കിൽ ഫ്രൈഡേസിലോ അങ്ങനെ ഓരോ ദിവസമൊക്കെ ഉണ്ട് തോന്നുന്നത്, അല്ലെ, പർട്ടിക്കുലർലി ആ ദിവസങ്ങളിലൊക്കെ അവിടെ ഓപ്പൺ ആയിരിക്കും. സോ വാക്സിൻസ്, ഇഞ്ചക്ഷൻസ് ഒക്കെ, കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുക, മറ്റേതെങ്കിലും തരത്തിലുള്ള വാക്സിൻസ്, അതുപോലെ ഈ സിമ്പിൾ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസസ് ഒക്കെ ഒന്ന് പോയിട്ട് നോക്കുക, പരിശോധിക്കാനോ അല്ലെങ്കിൽ പ്രഷർ നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ, ഇതൊക്കെയാണ് അവിടെ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഇത്തരം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHCS കേട്ടോ. CS എന്ന് പറയുന്നത് എസ് സ്മോൾ ലെറ്റർ ആയിരിക്കും, ബിക്കോസ് സെന്റേഴ്സിന്റെ എസ് ആണ്, ആ പ്ലൂറൽ ഫോമിലായതുകൊണ്ട് ചിലപ്പോഴൊക്കെ എസ് കൂടി എനിക്ക് ചേർത്ത് വരാറുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കൂടെ എസ് സ്മോൾ ലെറ്റർ ആയിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ അല്ല, ബിക്കോസ് സെന്ററിൽ അതിന്റെ പ്ലൂറൽ ഫോമിൽ കാണിക്കാൻ വേണ്ടി കേട്ടോ. അവര് തീർച്ചയായിട്ടും പ്രൊവൈഡ് സച്ച് ബേസിക് മെഡിക്കൽ കെയർ. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കെയറിനായിരിക്കും ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഹാവ് ഓൺലി ലിമിറ്റഡ് റിസോഴ്സസ്. ഇതിനിങ്ങനെ ഭയങ്കര അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എക്യുപ്മെന്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത്തരം ഹെൽത്ത് കെയർസിന്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഒരു റൂം ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു വെയിറ്റ് നോക്കുന്ന ഒരു ചെറിയൊരു മെഷീൻ, അതും വലിയ എന്താ പറയാ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉള്ള മെഷീൻ, വെയിങ് മെഷീൻ ആയിരിക്കില്ല. ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചുകുട്ടികളൊക്കെ കിടത്തിയിട്ട് വെയിറ്റ് നോക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടോ നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ? സാധാരണ വീഴാത്ത കൊച്ചുങ്ങളൊക്കെ, അതായത് പഠിക്കാത്ത എന്താ പറയാ ചെറിയ കുഞ്ഞു വാളകള്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞൊന്നും വീഴാത്ത കുട്ടികളെയൊക്കെ അതിനകത്ത് കിടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീഴ്ച നോക്കുന്നത്, അല്ലെ?
അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ സിമ്പിൾ റിസോഴ്സസും അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസും ഒക്കെയുള്ള ഒരു എന്താ പറയാ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, അതിനെയാണ് നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ പ്രൈമറി കെയർ നൽകുന്ന ഹെൽത്ത് സെന്റേഴ്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? പ്രൈമറി കെയർ എന്നുള്ളതാണ് ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് പ്രൈമറി കെയർ. പ്രൈമറി കെയർ വിൽ ബി പ്രൊവൈഡഡ്. ഇവിടെ പ്രാഥമികമായ കെയർ ആണ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കാമോ അത് അത്രയും ഭാഗം? പ്രൈമറി കെയർ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയോ? കിട്ടി തുടങ്ങിയോ? ഇല്ല ബസ് കിട്ടിയിട്ടില്ല. കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ ശരി, എത്തും. ചിലപ്പോ ട്രാൻസിഷനിൽ അതായത് ട്രാൻസിറ്റിൽ വരുന്ന ഒരു ഡിലേ ആയിരിക്കാം. ചിലപ്പോ നമ്മൾ ഇപ്പോ അഡ്രസ്സിലൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്തെ കൂടിയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ വരികയും ആ ഒരു ട്രാക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതായിരിക്കാം. എന്തായാലും എത്തും, കാരണം നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് മസ്റ്റ് ആണ്, വായിക്കണം എന്നുള്ളത് ഇവിടുന്ന് നിർബന്ധമാണ്. സ്ക്രീൻ കാണാനില്ല, ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണോ അത് വെക്കാൻ പറയുന്നത്? അത് വേഗം വായിച്ചോ പെട്ടെന്ന്. കാണണ്ടോ സ്ക്രീൻ? കഴിഞ്ഞില്ലേ വായിച്ച്? യെസ്, അപ്പൊ അടുത്തതാണ് സെക്കൻഡറി കെയർ ആണ്. അടുത്ത എന്താ പറയാ നമ്മൾ ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡറി കെയർ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they offer this type of hospitals offer medical care which is somewhat more higher level than the primary care. അതായത് നമ്മൾ പ്രൈമറി കെയർ അല്ലെങ്കിൽ പ്രാഥമികമായി നൽകുന്ന ചില കെയറിങ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ലെവൽ ഒരു സ്റ്റെപ്പ് മുകളിലേക്കുള്ള ടൈപ്പ് ഓഫ് കെയറിംഗ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസിനെയാണ് ഈ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക, സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. സോ സച്ച് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ഫ്രം ജനറൽ സർജറീസ്, അതായത് ചില സർജറീസ് ഇപ്പൊ നമ്മളുടെ എന്താ പറയാ അബ്ഡോമൻ സംബന്ധമായിട്ടുള്ള ചില സർജറീസ്, അങ്ങനെയുള്ള ചില ജനറൽ സർജറീസും അതുപോലെ വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്ത ചില രീതിയിലുള്ള സ്പെഷ്യൽ സർജറീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റും അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ സിസേറിയൻ പോലെയുള്ള ഡെലിവറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നോർമൽ ഡെലിവറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈമറി കെയറിൽ എന്തുണ്ടാവുള്ളൂ? നോർമൽ ഡെലിവറി കേസസ് മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഇവിടെ സിസേറിയൻ കുറച്ചുകൂടി കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. സിസേറിയൻ പോലെയുള്ള ഡെലിവറീസും തന്നെ ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ് ഈ ഒരു സെക്കൻഡറി കെയറിൽ വരിക. അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റർ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഇതൊക്കെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ദേ ആർ കൺസിഡേർഡ് ആസ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്. ഇതൊക്കെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഇനി പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ റിസോഴ്സസ് കിട്ടിയിട്ട് അവിടെ കുറച്ചുകൂടി കൂടുതൽ വിഭവങ്ങളുണ്ട്. ലൈക്ക് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസും ബാറ്ററിയും, ആൻഡ് ഓൾസോ ദേ ക്യാൻ ട്രീറ്റ് ലാർജ് എമർജൻസി കേസസ്. ഒരുപാട് നമ്പർ ഓഫ് എമർജൻസി കേസസ് ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും ഈ പറയുന്ന വിഭാഗത്തിൽ വരാം സെക്കൻഡറി കെയറിൽ. പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ലെവൽ കൂടുതലാണ്. കുറച്ച് കോംപ്ലക്സിറ്റി ആയിട്ടുള്ള സർജറീസ് നടത്തുന്നു, ജനറൽ സർജറീസ്. അവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് പറയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും ഒക്കെയാണ്
ഈ ഒരു ഇതിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യയിലൊക്കെ കൂടുതലും എന്താ പറയാ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇങ്ങനെയുള്ളതാണ്. സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, നേരത്തെ നമ്മൾ എന്താ പറയാ സൈസിന്റെ ബേസിസിൽ ഹോസ്പിറ്റലിലെ സ്മോൾ സൈസ്ഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ക്ലാസിഫൈ ചെയ്തില്ലേ? ആ പറഞ്ഞ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഒക്കെ ഏകദേശം ഈ പറയുന്ന സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എനി ഡൗട്ട്? യെസ്, ഒന്ന് വായിച്ചു നോക്കാമോ? സെക്കൻഡറി കെയർ വായിച്ചു നോക്കാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. ആൻഡ് ഇഫ് എനി ഡൗട്ട് ചോദിക്കാം, വായിച്ചു നോക്കണേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് നോക്കുക കേട്ടാ. അത് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഈ ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ആരോമൽ ഇവിടെ നേരത്തെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരോമൽ, ഈ പേര് എനിക്ക് ഇച്ചിരി അറിയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരോമൽ എന്ന് ഇപ്പൊ ഒരു പേര് വന്നേ, ആരാത്? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ആരാധന ചോദിച്ചത് അതുകൊണ്ടാണ്. പോയാ ആരോമൽ പോയാ? പേര് എവിടെയോ ഞാൻ ഇങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു ക്ലാസ്സുകളില്. വായിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലാലോ. ടെർഷ്യറി സെക്ടറിലേക്ക് പോയിക്കോട്ടെ. ടെർഷ്യറി കെയർ അല്ലെ? ഓക്കെ, എവരിതിങ് ക്ലിയർ. യെസ്, ടെർഷ്യറി കെയർ ആണ് ഇനി കൊടുക്കുന്നത്. തൃതീയമായിട്ടുള്ള കെയർ കൊടുക്കുന്ന ലെവലില് ഹോസ്പിറ്റൽസിനെ ലെവൽ ഓഫ് കെയർ ബേസിൽ ടെർഷ്യറി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദീസ് ഹോസ്പിറ്റൽസ് ദീസ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് വിൽ ബി മോർ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ വിൽ ബി പ്രൊവൈഡഡ്. ഈ ഹോസ്പിറ്റൽസിൽ ഏറ്റവും ആധുനികപരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറിംഗ് ആയിരിക്കും ഇവിടെ കൊടുക്കുക. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഓൾസോ ദേ ആർ ഓഫറിംഗ്. അത് ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ലൈക്ക് കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, ക്യാൻസർ റിലേറ്റഡ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഒഫ്താൽമോളജി, ലൈക്ക് ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി കെയർ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ദെയർ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽസ്. ഈ ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിനകത്ത് ഇങ്ങനെ പ്രത്യേകം ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള. എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോ എന്താ പറയാ ചില ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ സെക്കൻഡറിയിൽ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ ICU ഒക്കെ പോലെ, അതുപോലെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. എന്നാൽ ഏറ്റവും മോഡേൺ ടെക്നോളജിയോ എക്യുപ്മെന്റോ ഉപയോഗിച്ചിട്ടുള്ള കെയർ അല്ല, അത് ടെർഷ്യറി കെയറിനകത്താണ് വരിക. അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇവിടെ കൊടുക്കുക. ആൻഡ് നമ്മുടെ ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിൽ ഏറ്റവും എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റുകളായിരിക്കും ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിൽ ബി മോസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പെർട്ട് ആയിട്ടുണ്ട്. ഏറ്റവും നല്ല എക്സ്പീരിയൻസും ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനും ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇത്തരം എന്താ പറയാ കെയർ കൊടുക്കുന്ന ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസിനകത്ത് ഉണ്ടായിരിക്കുക. ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ICU ഒക്കെ വളരെ എന്താ പറയാ ഏറ്റവും നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. മനസ്സിലായോ? ഇനി എന്താ പറയാ നമ്മളുടെ ഈ സ്റ്റേറ്റ് ഓഫ് ആർട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ച്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ നടത്താനുള്ള ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ആ രീതിയിൽ ഏറ്റവും നല്ല എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുകയും ആൻഡ് ഓൾസോ അതിന്റെ ഒപ്പം തന്നെ പബ്ലിക്കിന് ഏറ്റവും നല്ല കെയർ കൊടുക്കുക. ക്വാളിറ്റി കെയർ ഷുഡ് ബി പ്രൊവൈഡ് അറ്റ് ലോ കോസ്റ്റ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല ആധുനിക സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോ എന്താ പറയാ മെഡിക്കൽ കോളേജസ് അത് ഈ ടെർഷ്യറി കെയർ കൊടുക്കുന്ന ആ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് മെഡിക്കൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? ടെർഷ്യറി കെയർ മനസ്സിലായോ? അപ്പൊ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇതിൽ ഏതാ ഉപയോഗിക്കുന്നത്?
പ്രൈമറി കെയർ അല്ല, സെക്കൻഡറി കെയർ അല്ല, ടെർസറി കെയറിനകത്തായിരിക്കും ഉപയോഗിക്കുക. ക്ലിയർ? ആൻഡ് ഓൾസോ ഡോക്ടേഴ്സ് വളരെ ക്വാളിഫൈഡ് ആയിരിക്കും, വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇനി അതും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യും. വായിച്ചു നോക്കണേ എല്ലാവരും. നോട്ടിലേക്ക് നോക്കി വായിച്ചു നോക്കുക. ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ക്ലാസ് എടുക്കുമ്പോൾ 12th കഴിഞ്ഞ കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. 12th ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ നമ്മള് ആ ഒരു മോഡ് ഓഫ് ടീച്ചിങ് മീൻസ് ആ ലെവലിൽ നമ്മൾ കുറച്ച് താഴേക്കൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ഇത്രയും കൂടുതൽ പ്രാവശ്യം ചിലർക്ക് അങ്ങനെ തോന്നും കേട്ടോ. ചിലർക്ക് മീൻസ് കുറച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ കൂടുതലുള്ളവർക്ക് അങ്ങനെ തോന്നും. ഈ സെന്റൻസ് ഒക്കെ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ അത് ഇത്രയും പ്രാവശ്യം പറയുന്ന ചിലർക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഒന്നുകൂടി നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. 12th കഴിഞ്ഞ കുട്ടികളും ഇതിനകത്തുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കൂടുതൽ പ്രാവശ്യം ചിലപ്പോൾ ഒരേ സെന്റൻസ് ഒക്കെ പറഞ്ഞു പോകും. മീൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല രീതിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് പറയും കേട്ടോ. ഒന്ന് സഹകരിക്കുന്നു കേട്ടോ. ഓക്കെ, വായിച്ചല്ലോ? ഈ മൂന്നെണ്ണത്തിൽ സംശയമൊന്നുമില്ല. സോ യു ജസ്റ്റ് അണ്ടർലൈൻ, പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി കെയറിൽ അപ്പൊ ആദ്യം നമ്മുടെ എന്താ പറയാ ഈ ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിൽ വിച്ച് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് വേണ്ടി ചോദിക്കാം. ലെവൽ ഓഫ് കെയറിൽ 3ആയിട്ടാണ് പ്രൈമറി, സെക്കൻഡറി, ടെർസറി. അത് ആദ്യം തന്നെ മാർക്ക് ചെയ്യണം. ABC എന്ന് പറഞ്ഞ ബോൾഡ് ആയിരിക്കുന്ന ഫ്രേസസ് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർസറി കെയർ എന്നത് കേട്ടോ. അത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ഇൻസൈഡ് അതിന്റെ ഉള്ളില് നമുക്ക് വീണ്ടും അണ്ടർലൈൻ ചെയ്യേണ്ടത് ഒന്നാമത്തെ സെന്റൻസ് കേട്ടോ. പ്രൈമറി കെയറിലെ ഫസ്റ്റ് സെന്റൻസ്, ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് outpatient consultation, vaccination, medicine for simple ailments or seasonal infection and normal delivery, etc. called primary care hospitals. പിന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് PHC എന്ന് പറയുന്നതിന്റെ ഒരു അബ്രീവിയേറ്റഡ് ഫോമിന്റെ പുറത്ത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഒരു S കൂടി അതിന്റെ ചേർത്ത് വരും. PHC S എന്നുണ്ടാവും. പേടിക്കണ്ട, സ്മോൾ ലെറ്റർ ആയിരിക്കും മാത്രം. S ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ആയിരിക്കും. പറ്റുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവല്ലേ? അണ്ടർലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അണ്ടർലൈൻ ചെയ്യാനുള്ളതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണണില്ല എന്ന് പറയുന്നല്ലോ. എല്ലാവർക്കും കാണാമോ? കാണാത്തവര് വേറെ ആരെങ്കിലും ഉണ്ടാവും പറയോ? കാണുന്നില്ല എന്ന് നിരഞ്ജന പറയുന്നു, അഭിരാം പറയുന്നു, വിൻസി പറയുന്നു കാണാമെന്ന്, റോഷിനി കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞ രണ്ടുപേരുടെ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയാലും കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോട്ടേക്കും മാറിയിരിക്കാമോ? അപ്പൊ ബാക്കി കാണാൻ എല്ലാവർക്കും കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇഷ്യൂ അല്ല, നമ്മുടെ ഇഷ്യൂ ആയിരിക്കും. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കേ, റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, യെസ്. ഇനി അണ്ടർലൈൻ ചെയ്യേണ്ടത് സെക്കൻഡറി കെയറിനകത്താണ്. ഓക്കെ. അവര് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കട്ടെ. സെക്കൻഡറി കെയറിൽ നമ്മള് ഫസ്റ്റ് സെന്റൻസ് തന്നെ ദീസ് ആർ ഹോസ്പിറ്റൽസ്, അത് വേണ്ട, ദീസ് ആർക്ക് വേണ്ട, ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ അങ്ങനെ പറഞ്ഞു മതി കേട്ടോ. Hospitals that offer medical care which is one level higher than the primary care. അതാണ് സെക്കൻഡറി കെയറിനകത്ത് വരിക. പിന്നെ അതിന്റെ തൊട്ടടുത്ത സെന്റൻസും such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care clinical procedures, cesarean delivery, etc. അതും അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെന്റൻസ്. These hospitals എന്ന് പറഞ്ഞ് പഠിക്കരുത്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്
offer, like hospitals that offer medical care which is one level higher than the primary care is called secondary care hospitals എന്ന് നമുക്ക് പറയാം. ഇനി അതിന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് അണ്ടർലൈൻ ചെയ്യണം. ഇൻ ഗവൺമെന്റ് സിസ്റ്റം, community health center and divisional and district hospitals are considered as secondary care level hospitals. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഗവൺമെന്റ് സിസ്റ്റം തുടങ്ങി. ആൻഡ് അതിൽ തന്നെ ലാസ്റ്റ് സെന്റൻസ്, most of the small and mid-sized private hospitals described in earlier section, വേണ്ട, described offer secondary care. നേരത്തെ പറഞ്ഞ മിഡ് സൈസ്ഡ് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഈ ഒരു സെക്കൻഡറി കെയർ ലെവലിലാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ടെർസറിയിലും ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ദീസ് ആർ ഹോസ്പിറ്റൽസ് വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. They offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. അത് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും tertiary care hospitals will have most advanced equipment and doctors level of qualification and expertise. ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനും ഏറ്റവും നല്ല എക്സ്പീരിയൻസും ഉള്ള ഡോക്ടേഴ്സും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഒക്കെയാണ് tertiary care hospitals ഉണ്ടായിരിക്കുക. And last sentence also, in government system, the medical college hospitals are tertiary care level. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സൈസിന്റെ ബേസിസിലായിരുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് കെയറിന്റെ ബേസിസിലായിരുന്നു അല്ലെ. കൊടുക്കുന്ന കെയറിംഗിന്റെ ആ ഒരു ലെവൽ വെച്ചിട്ടായിരുന്നു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർസറി കെയർ എന്നുള്ള രീതിയിൽ. ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. The clinical specialty treatments which are provided by the hospitals. According to that, also hospitals are classified. അതായത് അവർ നടത്തുന്ന സ്പെഷ്യാലിറ്റിയുടെ ബേസിസിൽ ഓരോ ഹോസ്പിറ്റൽസും ചില കാര്യങ്ങളിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കും. അവർ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി കെയർ എന്തിലേക്കാണോ അതിന്റെ ബേസിസിലും ഹോസ്പിറ്റൽസ് തമ്മിൽ എന്തുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് ചില ഹോസ്പിറ്റൽസിൽ കാർഡിയാക് ഹോസ്പിറ്റൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കാർഡിയാക് കെയർ കൊടുക്കുന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇല്ലേ? അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ടോ? സം എക്സാമ്പിൾസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കാർഡിയാക്കിന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാർട്ട് ആൻഡ് ഹാർട്ട് പ്രോബ്ലംസുമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള എന്ത് കാര്യത്തിനും പോകുന്ന ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. പിന്നെ ക്യാൻസേഴ്സിന് വേണ്ടി മാത്രം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്താണോ, എന്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണോ അതിന്റെ ബേസിസിൽ ഇങ്ങനെ ഹോസ്പിറ്റൽസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്യാൻസറിന് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഓങ്കോളജി ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. ചില ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിങ് ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി കെയർ. ചില ഹോസ്പിറ്റൽസിലല്ലേ ഒരെണ്ണത്തിൽ തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ക്യാൻസറിനും അതുപോലെ കാർഡിയാക്കിനോട് ഒരുമിച്ച്, മനസ്സിലായി. അങ്ങനെ കൂടുതൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന, കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്ന അത്തരം ഹോസ്പിറ്റൽസിനെ നമ്മളൊരു പേര് പറയും. എന്ത് വിളിക്കും? ഒരെണ്ണത്തിൽ മാത്രമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കും. അതേസമയം ഇറ്റ് ഈസ് concentrating on more than specialty, more than one specialty. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വിളിക്കും അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബേസിസിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Okay, so it provides speciality. അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയുടെ ഡിപ്പെൻഡൻസിലാണ്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ഹോസ്പിറ്റൽസ് ഉണ്ടാകുക. And also they have different types of resources according to their specialty. ഇതിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റല് അതനുസരിച്ചുള്ള റിസോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ,
ഒരു കാർഡിയാക് ഹോസ്പിറ്റലാണ്. കാർഡിയാകിനാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ കാർഡിയാക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിനെ ചികിത്സിക്കാൻ പറ്റിയ അഡ്വാൻസ്ഡ് ടെക്നോളജി അവിടെ വേണം. വേണോ? ഇപ്പൊ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് ഒക്കെ വരുമ്പോ ഒരു എക്കോ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എക്കോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, എക്കോ വേണം. അതല്ലെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഓരോ ഹാർട്ടിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാൻ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ്, ഓരോ എക്യുപ്മെന്റുകൾ വേണം അല്ലെ. അപ്പൊ ഏത് എന്താ പറയാ ഫീൽഡിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള സോഴ്സസ് ആയിരിക്കും. അപ്പൊ കാർഡിയോളജിക്ക് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലാതെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന മെഷീൻസ് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഓങ്കോളജിയിൽ കൂടുതൽ വേണ്ടത് റേഡിയേഷനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് അല്ലെ. റേഡിയോ ന്യൂക്ലിയർ ആയിട്ടുള്ള അല്ലെ റേഡിയേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് അവിടെ കൂടുതൽ വേണ്ടത്. അതേസമയം അതാണ് കൊണ്ടുവന്ന് ഇവിടെ ഹാർട്ടിന്റെ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ചെയ്യാനൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ട എക്യുപ്മെന്റ്സ് അല്ല. അപ്പൊ ഓരോന്നും ഏത് ടൈപ്പിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എന്ത് വേണ്ടി വരും റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അത് ആ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ തീരുമാനിക്കണം. എന്റെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു അതിന്റെ എല്ലാ എക്യുപ്മെന്റുകളും മെഷീൻസും ഒക്കെ ഉണ്ടോന്ന് നോക്കണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഹോസ്പിറ്റൽ വിനീൽഡ് ക്യാത്ത് ലാബ്, ഒരു ക്യാത്ത് ലാബ് വേണം അവർക്ക് അല്ലെ. ഒരു കാർഡിയാക് ICU വേണം അല്ലെ. അതേസമയം ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത് എന്താ? ഒരു റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആണ്. അവിടെ റേഡിയേഷൻ കൊടുക്കണം അല്ലെ. ഈ ഇതൊക്കെ ഈ ക്യാൻസർ സെൽസിനെയൊക്കെ കരിയിച്ച് കളയാൻ പറ്റിയ റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെന്താണ് വേണ്ടത്? ഓക്കെ, മനസ്സിലായോ? സോ കൊടുക്കുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ബേസിസിൽ ഹോസ്പിറ്റൽസിനെ തരംതിരിച്ചിട്ടുണ്ട്. സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ഉണ്ട്, അതോടൊപ്പം തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ഉണ്ട്. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കൂ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ പറയുന്നതില്? ബുദ്ധിമുട്ട് മീൻസ് പറയുമ്പേ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാത്തതോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? Okay, yes, very good. Okay, Nisha. Okay. ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് അതിൽ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്ലാസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഹോസ്പിറ്റൽസ് which offer cardiac care. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടില്ലേ? അതില് ഫോർ എക്സാമ്പിൾ വേണ്ട, അതിനുശേഷം ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽസ് അങ്ങനെ പറയും അല്ലെ. ഓങ്കോളജി ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ല, ക്യാൻസറിന് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഓങ്കോ ഹോസ്പിറ്റൽ ഉണ്ടോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽസ്. അവിടെ ഒരു സെന്റൻസ് ആണ് കേട്ടോ, ഫുൾ സ്റ്റോപ്പ്. പിന്നെ അടുത്തത് വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ, ക്യാൻസറിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന. അത് കോമൺ എഴുതിയേക്കെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേതുമായിട്ട് മിക്സ് ചെയ്ത് വായിക്കരുത്. ഇത് രണ്ടത്തെ ഒരു ഭാഗമാണ്. ക്യാൻസറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റല് ഓങ്കോ ഹോസ്പിറ്റൽ.
ഇനി അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ വൺ ഓർ മോർ സ്പെഷ്യാലിറ്റി, മെയിൻലി സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി ആ ഒരു ഏറ്റവും അടിയിൽ കിടക്കുന്ന എക്സാമ്പിൾ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ബിക്കോസ് അതൊക്കെ ചിലപ്പോൾ ചോദിക്കും എക്സാമ്പിൾ ആയിട്ടേ. ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട എക്യുപ്മെന്റ്സ് എന്നൊക്കെ. അതുകൊണ്ടാണ് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? സംശയമുണ്ടോ? പറഞ്ഞോട്ടെ അടുത്തത്. യെസ്, അഗെയിൻ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ ആ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഓരോ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞില്ലേ? സൈസിന്റെ പറഞ്ഞു, ലെവൽ ഓഫ് കെയർ പറഞ്ഞു. അടുത്തത് സ്പെഷ്യാലിറ്റി കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി കെയറിന്റെ ബേസിസിലും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിസിൽ 3 കഴിഞ്ഞു. അടുത്ത ഓണർഷിപ്പ് ബേസിസിലാണ്. ഓണർഷിപ്പ് ബേസിസിൽ ഓൾസോ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോർ. ഇനിയും എന്തൊക്കെ രീതിയിലാണ് ഹോസ്പിറ്റൽസിനെ ഓണർഷിപ്പിന്റെ ബേസിസിൽ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണർഷിപ്പ് ഓൺ ചെയ്യുക അല്ലെ? ആരുടെ ഉടമസ്ഥതയിലിരിക്കുന്നു അതിന്റെ ബേസിസിൽ, ആ ഉടമസ്ഥതാവകാശത്തിന്റെ ബേസിസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, PSU ഹോസ്പിറ്റൽ. അത് പബ്ലിക് ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്നത്. ഇതെല്ലാം പബ്ലിക്കാണ്, പബ്ലിക്കിന്റെ. ഓക്കെ, അതായത് ഹോസ്പിറ്റൽസ് വിച്ച് ആർ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന പബ്ലിക് ഹോസ്പിറ്റൽസിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പിന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആൻഡ് PSU. ഓക്കെ, പിന്നെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് വേറെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിസിൽ ഹോസ്പിറ്റൽസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ഓണർഷിപ്പ് ബേസിസിൽ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും നിങ്ങള്? 2 പറയുന്നത് അല്ലെ? യെസ്, വെരി ഗുഡ്. 2 ആണ്. ഏതൊക്കെയാണത്? പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലും. ഏതൊക്കെയാണ്? പബ്ലിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് ഓണർഷിപ്പിന്റെ ബേസിസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പബ്ലിക് ഹോസ്പിറ്റൽസ് അഗെയിൻ ക്ലാസിഫൈഡ് എന്ത് ചെയ്തിരിക്കുന്നു? പബ്ലിക് ഹോസ്പിറ്റൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ലൈക്ക് ഏതൊക്കെയാ? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് അത് ഫുള്ളി കംപ്ലീറ്റ്ലി മാനേജ്ഡ് ബൈ ആൻഡ് ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഈ പറയുന്ന പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും. അതില് പബ്ലിക് ഹോസ്പിറ്റലിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അതിനെ മാനേജ് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും. ലൈക്ക് AIIMS, PGIs അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ. മനസ്സിലായോ? ഇതൊക്കെ കംപ്ലീറ്റ്ലി ആരായിരിക്കും മാനേജ് ചെയ്യുക? ഗവൺമെന്റ് ആയിരിക്കും മാനേജ് ചെയ്യുക. അപ്പൊ ഓരോ ഹോസ്പിറ്റലും ആര് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇനി ഞാൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറയില്ല. പബ്ലിക് ഹോസ്പിറ്റലിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റല്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല്, മുനിസിപ്പൽ ഹോസ്പിറ്റല്, അതുപോലെ PSU ഹോസ്പിറ്റൽസ് എല്ലാം നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരായിരിക്കും മാനേജ് ചെയ്യാം? ഗവൺമെന്റ് ആയിരിക്കും മാനേജ് ചെയ്യാം. അതിന് എക്സാമ്പിള് AIIMS, PGIs. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പബ്ലിക്കിലെ. ഇതായിരിക്കും ആരായിരിക്കും മാനേജ് ചെയ്യാൻ പറ്റിയത്? ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഹോസ്പിറ്റൽ മാനേജ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പേരിൽ തന്നെ ഉണ്ട്, വിൽ ബി മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും അതിനെ മാനേജ് ചെയ്യുക കേട്ടോ. ലൈക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ ഓരോ ജില്ലയിലെയും ഹോസ്പിറ്റൽസിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് അതാരായിരിക്കും മാനേജ് ചെയ്യാം?
ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അത് അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, എന്താ പറയാ, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഡിസ്ട്രിക്റ്റിന്റെ കീഴിലുള്ളതായിരിക്കും മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. പിന്നെ PSU എന്തായിരിക്കും? പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ. പബ്ലിക് സെക്ടറിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? നമ്മളുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ ഒക്കെ ഇല്ലേ, റെയിൽവേ ഒക്കെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ്. നമ്മുടെ റെയിൽവേ, അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ പ്രത്യേകം ഒരു എന്താ പറയാ പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെ കീഴിൽ അവർ മാനേജ് ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ ഓണർഷിപ്പ് ബേസിസിൽ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, പബ്ലിക് ഹോസ്പിറ്റൽസ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, പബ്ലിക് ഹോസ്പിറ്റൽസ് again classified into 4, 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആൻഡ് PSU ഹോസ്പിറ്റൽ. PSUന്റെ അവിടെ ഒന്ന് എന്താ പറയാ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടാ, പബ്ലിക് സെക്ടർ യൂണിറ്റ്. ഓക്കെ, AIMS ഒക്കെ അറിയാലോ, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പബ്ലിക് സെക്ടർ യൂണിറ്റ് കേട്ടോ. AIIMSന്റെ ഫുൾ ഫോം അറിയില്ലേ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതുകൂടി അറിയില്ലാത്തവർ പഠിച്ചു നോക്കിക്കോ. ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. AIIMSന്റേത് ഫുൾ ഫോം ഒക്കെ ചോദിക്കുന്നുണ്ട്. അടുത്തത് വേറെ എന്താ? PGI വേണോ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മെഡിക്കൽ റിസർച്ച് ഒക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് മെഡിക്കൽ റിസർച്ചേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതേ, അങ്ങനെയുള്ളത്. ഓക്കെ, അതന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് കേട്ടോ PGI. അപ്പൊ ഓണർഷിപ്പ് ബേസിസിൽ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കണ്ടു, പബ്ലിക് ഹോസ്പിറ്റൽ. അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഒരു പറയട്ടെ, സംശയമൊന്നുമില്ലല്ലോ? Okay, so second classification according to the ownership. അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിസിൽ വീണ്ടും ഹോസ്പിറ്റൽസിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഫുള്ളി ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്. ഇത്തരം ഹോസ്പിറ്റൽസ് പൂർണ്ണമായിട്ടും ആരുടെ ഓണർഷിപ്പിലായിരിക്കും? ഒന്നുകിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിന്റെ, വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷന്റെ, ഏതെങ്കിലും എന്താ പറയാ സംരംഭങ്ങളുടെ, അല്ലെ, ഒരു പാർട്ണർഷിപ്പ് ആയിട്ടൊക്കെ നടത്തുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇത്തരം ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ആയിരിക്കും, അതായത് സ്വകാര്യ ആശുപത്രികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചില ഹോസ്പിറ്റൽസ്, ഇങ്ങനത്തെ ഹോസ്പിറ്റൽസില്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ബിസിനസ് പർപ്പസ്. ഒരു ലക്ഷ്യം മുഴുവൻ അവരുടെ കച്ചവടം, എന്നുവെച്ചാൽ ബിസിനസ്സിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവിടെ കൊടുക്കുന്ന കെയറിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടി ഇമ്പോർട്ടൻസ് ടു ബിസിനസ്, ഒരു ബിസിനസിന് വേണ്ടി നിലകൊള്ളുന്നത്. സോ ദാറ്റ് നമുക്ക് പറയാം പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. എങ്ങനെയാ? പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം എന്താ? ആളുകളെ ചികിത്സിച്ച് രോഗം എങ്ങനെയെങ്കിലും ഭേദമാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ലാഭത്തെയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റല് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്ന ബിസിനസ്, ഹോസ്പിറ്റൽ ബിസിനസ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ മനസ്സിലായ? ലാഭം മാത്രമാണ് പ്രതീക്ഷ. അടുത്തത് ഇൻഡിവിജ്വൽ ഓഫ് പാർട്ട്ണർഷിപ്പ് ആയിട്ട്, ചില വ്യക്തികൾ മാത്രമായിട്ട് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ 1, 2, 3, 4 പേരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു. അങ്ങനെയും ഉണ്ട്. അതും ഓണർഷിപ്പിന്റെ ബേസിൽ സ്വകാര്യത, അതായത് അവരവരുടെ ഓണർഷിപ്പിൽ കൊണ്ടു നടക്കുന്ന ബിസിനസ് പോലെയോ, അല്ലെങ്കിൽ ബിസിനസ്സും അതുപോലെ തന്നെ രോഗങ്ങൾ മാറ്റുക എന്നുള്ള ലക്ഷ്യം രണ്ടും കൂടി ചേർന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ആകാം.
പക്ഷെ ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ആയിട്ട് ഓൺ ചെയ്യുക അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിട്ട് ഓൺ ചെയ്യുക. ഇൻഡിവിജ്വൽ ഓർ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ പ്രൈവറ്റ് ഹോസ്പിറ്റൽസില് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. അടുത്തത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഇത് വിൽ ബി ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി. സ്വകാര്യ കമ്പനികളില്ലേ, കമ്പനികള്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികള്, അവര് ഓൺ ചെയ്തത് കമ്പനികൾ തന്നെ ചില ഹോസ്പിറ്റൽസ് എടുക്കും. ഏതെങ്കിലും ഉദാഹരണം അറിയോ? എന്തെങ്കിലും അങ്ങനെ ഒരു ഉദാഹരണം പറയാമോ? ക്യാൻ യു സേ എനി എക്സാമ്പിൾ ഫോർ ഇറ്റ്? പ്രൈവറ്റ് കമ്പനീസ് ഓൺ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽസിന് ആർക്കെങ്കിലും ഉദാഹരണം പറയൂ? നമ്മളൊക്കെ കൂടുതലൊക്കെ ചെന്ന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും കമ്പനികള് നടത്തുന്ന ഹോസ്പിറ്റൽസ് അറിയില്ല? ഒത്തിരി സ്റ്റുഡൻസ് നമ്മളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുമായിട്ട് ജോലി ചെയ്തിട്ട് അവിടെ അതൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് കൂടി നടത്തുന്നവരോ? അപ്പോളോ ഹോസ്പിറ്റൽസ് അല്ലേ? തീർച്ചയായിട്ടും. ഗോദ്രേജിലുണ്ട്, മുംബൈയിലുണ്ട് ഗോദ്രേജ് ഹോസ്പിറ്റലുണ്ട്. ഗോദ്രേജ് കമ്പനിയിലേ ഹോസ്പിറ്റലുണ്ട്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇതുപോലെ പ്രൈവറ്റ് കമ്പനികളും ചില ഹോസ്പിറ്റൽസ് ഓൺ ചെയ്തിട്ട്, അതുകൊണ്ട് നമ്മളിവിടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കും. പിന്നെ നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ ലാഭത്തിനല്ല വലിയ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ചില ചാരിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും ഒരു ഓൺ ചെയ്യാം. എല്ലാ എന്താ പറയാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ഗതി മന്ദിരങ്ങളോ അല്ലെങ്കിൽ അനാഥാലയങ്ങളോ അങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ചാരിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് നമ്മുടെ NGO പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ നടത്തുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ആയിരിക്കും. അവരുടെ മെയിൻ പർപ്പസ് ഈസ് നോട്ട് ബിസിനസ്. കച്ചവടമല്ല അവിടെ ഏറ്റവും കൂടുതൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സൈഡ് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ബിസിനസ് പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇവരുടെ ലാഭമല്ല എന്നാണ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസ് തന്നെയാണ് അതിന്റെ പേര്. ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവരെ ആ ഹോസ്പിറ്റൽ റൺ ചെയ്തു പോകാൻ ചില തുച്ഛമായ തുകകളൊക്കെ പേഷ്യൻസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈടാക്കുന്നു മാത്രം. മനസ്സിലായിരുന്നു? ഹോസ്പിറ്റൽ റൺ ചെയ്തു പോകാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലെ? എന്തോരം ടൈപ്പ് ഓഫ് എക്യുപ്മെന്റുകൾ വേണം, എന്തോരം മെഷീൻസ് വേണം. അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്താ പറയാ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിന് പല ആളുകളിൽ നിന്നൊക്കെ ഈ പറയുന്ന പോലെ സ്പോൺസേഴ്സിനെയൊക്കെ കണ്ടെത്തി, ഡോണേഴ്സിനെയൊക്കെ കണ്ടെത്തി, ഡൊണേഷനും മറ്റുമൊക്കെ വാങ്ങിപ്പിച്ച് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഹോസ്പിറ്റൽസ് ഓണർഷിപ്പ് ബേസിസിൽ രണ്ടായിട്ട് ബ്രോഡ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. ഓക്കെ, പബ്ലിക്കിനും 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും എന്താ പറയാ 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്, എല്ലാം ക്ലിയർ ആയി. യെസ്, ഇനി അടുത്തത് സിസ്റ്റം ഓഫ് മെഡിസിൻ. ജസ്റ്റ് ഒന്ന് വെറുതെ എന്ന് പറഞ്ഞു പോകാം. 1 മിനിറ്റ് ബാക്കിയുണ്ട്. 1 മിനിറ്റ് നമുക്ക് വാല്യൂബിൾ ആണ്. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല. ബിക്കോസ് നമുക്ക് ക്ലാസ്സിലൊന്നും പറയണം. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്താ, കൊടുക്കുന്ന മരുന്നുകളുടെ മെഡിസിന്റെ ബേസിസിലും വിവിധ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹോസ്പിറ്റൽസിൽ. നമുക്കറിയാലോ, നമ്മൾ ചിലപ്പോഴൊക്കെ പോകും. ആദ്യമൊക്കെ ഒന്ന് അവിടെ വരെ പോയി വെക്കും. അവിടെ രോഗം മാറിയില്ലെങ്കിൽ പിന്നെ പുറത്തു പോകും. ഏതാ ചിലപ്പോ ഒന്ന് ചെറിയ എപ്പോഴും ഈ എന്താ പറയാ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ പറയും അലോപ്പതി മെഡിസിൻ അല്ലെ? അത് ഇപ്പോഴും കഴിച്ചിട്ട് നമുക്ക് എന്താ പറയാ പല സൈഡ് ഇഫക്റ്റുകളൊക്കെ നമ്മളുടെ കിഡ്നിയെയും മറ്റ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ചില ചുമ, പനി, തലവേദനയൊക്കെ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ പോകും, ഹോമിയോയില് പോകും, അല്ലെങ്കിൽ ആയുർവേദം കാണിക്കും അല്ലെ? അതാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽസിന്. ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, യുനാനി അല്ലെ? ഇതൊക്കെ ഐ തിങ്ക് യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. ഇത്തരം ചികിത്സാ രീതികളും മറ്റു കാര്യമൊക്കെ ഏതോ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചോ? അവിടെ കേട്ടില്ലേ ഇങ്ങനത്തെ പേരൊക്കെ? പേര് കേൾക്കാൻ നല്ല രസമില്ലേ? ആയുർവേദ, ഹോമിയോപ്പതി പഠിച്ചില്ല. അതെന്ത് പറ്റി? ക്ലാസ്സില് ടീച്ചർ ക്ലാസ് എടുത്തല്ലോ. യുനാനി,
അല്ലെ? ഓക്കെ, 8 എന്ന് കുറച്ച് പേര് പറഞ്ഞു. ആയുർവേദം ആയുർവേദം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആയുർവേദം പഠിച്ച ആളാണോ? അതാരാ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന പാഠത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ യുനാനിന്ന് പറഞ്ഞല്ലോ, യുനാനിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. ആ ആ, ഉണ്ട്. ഓക്കെ. കുറച്ച് കേട്ടോന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ അതൊക്കെ മെഡിസിൻസിന്റെ ബേസിസിലാണ്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിസിലും പലതരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓൾസോ ആയുർവേദ, ഹോമിയോപ്പതി ഒക്കെ ഉണ്ട്. ഈ പറയുന്ന മെഡിസിൻസ് പ്രിഫർ ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് ഈ പറഞ്ഞ പോലെ അലോപ്പതി ഹോസ്പിറ്റൽസ് ഒക്കെ തന്നെയാണ്. ആയുർവേദയും അതുപോലെ തന്നെ യുനാനി ഹോസ്പിറ്റൽസ് ഒക്കെ വളരെ എണ്ണത്തിലൊക്കെ കുറച്ച് കുറവുണ്ട്. പക്ഷെ കൂടുതലും ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടാനാ. മനസ്സിലായോ? മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തില്ല. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാ? മൂന്നാമത്തെ ചാപ്റ്ററിലല്ലല്ലോടാ, രണ്ടാമത്തെ ചാപ്റ്ററില്. ഫസ്റ്റ് ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ഓക്കെ മായ, ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലല്ലേ ഇത് പഠിക്കുന്നത് ഇംഗ്ലണ്ടിയൊക്കെ? ആ, ചാപ്റ്റർ 2. തേർഡ് ചാപ്റ്റർ ഏതായിരുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റം. അത് ഇഷ്ടമുണ്ടാവില്ല. അതാരാ ടീച്ചർ എടുക്കണമെന്ന് എനിക്കറിയില്ല. അത് ഓരോ ടീച്ചേഴ്സിനെ നമ്മളെ മൊഡ്യൂളൊക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തേപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എടുക്കുള്ളൂ. ഓക്കെ, യെസ്, അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കാം. ബാക്കി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, അല്ലേ? ആ, അപ്പൊ ഇതുവരെയൊക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. സിസ്റ്റം ഓഫ് മെഡിസിൻ തുടങ്ങി ഒന്നുകൂടി തൊഴാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്കോളർഷിപ്പിന്റെ ബേസിസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തത് മൊത്തമില്ലേ, അത് മൊത്തം ടിക്കറ്റ് വെച്ചേക്കോട്ടാ. അത് മൊത്തം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അത് ഫുള്ള് ആവശ്യമുള്ളതാണ്. ഓക്കല്ലേ? ആ, പറഞ്ഞു. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല് സോണി മിസ് ആയിരുന്നു പഠിപ്പിച്ചത്. ആ, അപ്പൊ അതിന്റെ അകത്തുണ്ടായിരുന്നു ആയുർവേദ. ഇവിടെ ഉണ്ട്. ആ, യുനാനി എന്ന് പറഞ്ഞിട്ടില്ലേ അതിനകത്ത്? ആ, അതിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ആ ചാപ്റ്റർ എടുത്തപ്പോ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആ, അത് എടുത്തു കഴിഞ്ഞു. അടുത്ത വേറെ ഏതോ ചാപ്റ്റർ തുടങ്ങിയല്ലോ അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങിയില്ലേ? അല്ല, അത് ചാപ്റ്റർ തീർന്നു. അതല്ല, അത് കഴിഞ്ഞ് പുതിയൊരു ചാപ്റ്റർ തുടങ്ങി തോന്നുന്നത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ, അത് കഴിഞ്ഞ് തുടങ്ങിയായിരുന്നു. ആ, ഓക്കെ. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അവിടെയാണ് പറയേണ്ടത് ശരിക്കും. കാരണം അവിടെ നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലേക്ക്. അതെയാണ് ഞാൻ ചോദിക്കാം. കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത്. ആ, ഓക്കെ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്നാണ് അന്വേഷിച്ച് ഉദ്ദേശിച്ചത് അല്ലേ? നോക്കട്ടെ, ചോദിക്കട്ടെ പറഞ്ഞില്ലേന്ന്. കാരണം അവിടെ അത് പറഞ്ഞിട്ടാണ് നമ്മള് ക്ലാസിഫിക്കേഷൻസിൽ വരിക. ഞാൻ ചികിത്സാ രീതി, ആയുർവേദ ചികിത്സാ രീതി, ആയുർവേദമൊക്കെ എല്ലാവർക്കും ഒരുവിധം അറിയാം അല്ലെ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാൻ വീണ്ടും. താങ്ക് യു. ചിലപ്പോൾ മിക്കവാറും നാളെയും ഞാൻ വരും. ന്റെ അവറാണെന്ന് ഞാൻ വന്നേക്കണേ, അല്ലേ? ടീച്ചറിന്റെ പനിയാണ്. അപ്പൊ എന്താ പറയാ, മെജോറിറ്റി ഒരു പെർസെന്റേജ് ഓഫ് നാളെ പറയാനോടത്തും തന്നെയായിരിക്കും. എന്റെ ഒരു നാളെയാണ്. ടീച്ചർ നാളെയും ചിലപ്പോൾ ഇതായിരിക്കും. നാളെ തന്നെ വരാം. അപ്പൊ നമ്മള് പുതിയ ചാപ്റ്റർ ഇതിന്റെ ബാക്കിയും കൂടി എടുക്കാം. ഓക്കെ, സോ സി. Okay, thank you, Miss. അടുത്ത ടീച്ചർ വരും കേട്ടോ. ഓക്കെ, Thank you, Miss.
What